ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് ചില ബോധ്യങ്ങൾ നൽകാൻ പോവുകയാണ്, ചില വചനങ്ങൾ ഇന്ന് നൽകാൻ പോവുകയാണ്. വ്യക്തിപരമായി നിങ്ങളോട് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് സംസാരിക്കാൻ പോവുകയാണ്. നമ്മെക്കുറിച്ച് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എന്താണ് ഉദ്ദേശിക്കുന്നത്, ആത്യന്തികമായും ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഉള്ളത് ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി സംസാരിച്ച് ദൈവാത്മ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാവുന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യം ഇങ്ങനെ കുറിക്കുന്നു: യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായും പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട് അരുളി ചെയ്യുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്തുള്ള ഒരു വാചകമാണ്. ഈ വചനം ശ്രവിക്കുന്ന എപ്പേർപ്പെട്ടവരുമേ, യേശു ക്രൂശീകരണ സമയത്ത് കള്ളനെ നോക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് യേശുവിന് ചില കാര്യങ്ങൾ ഇന്ന് ഈ ടൈം പറയാനുണ്ട്. അതുകൊണ്ട് നാം ഇരിക്കുന്ന ഇടം എവിടെയായാലും യേശുവിൻ്റെ സന്നിധിയിലാണ്, വചനത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്ന ഒരു ബോധ്യത്തോടെ നിങ്ങൾ ഇന്ന് ഇപ്പോൾ ആയിരുന്നാൽ, എൻ്റെ യേശു കള്ളനോട് സംസാരിച്ച വാചകം നിങ്ങളോട് സംസാരിക്കാൻ എൻ്റെ യേശു ആഗ്രഹിക്കുകയാണ്. 2 കള്ളന്മാർ യേശുവിൻ്റെ ഇടത്തും വലത്തുമായി ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആ കാൽവറി യാഗത്തിലേക്ക്, ആ മലയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഒന്ന് നോക്കുമ്പോൾ 3 കുരിശ് കാണാം. ഒന്ന്, നടുക്കലത്തെ കുരിശ്, യേശു തൂങ്ങിക്കിടക്കുന്ന കുരിശ്. 2, ഇടത്തും വലത്തുമായി 2 കുരിശുകൾ കിടക്കുന്നുണ്ട്. ഇടത്ത് ഒരു കള്ളൻ്റെ കുരിശ്, വലത്ത് ഒരു കള്ളൻ്റെ കുരിശ്. അങ്ങനെ 3 കുരിശുകൾ നാം കണ്ണുകൊണ്ട് ഇപ്പോൾ ദർശിക്കാൻ സാധിക്കുന്നു. ആ 3 കുരിശിന് എൻ്റെ വ്യക്തിപരമായ ചില പേരുകൾ ഞാൻ ഇടാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ കുരിശിന്, നടുക്ക് യേശു ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന കുരിശിന് ഞാനിങ്ങനെ പേരിടുകയാണ്, രക്ഷ ദാനം ചെയ്യുന്ന കുരിശ്. 2-ാമത്തെ കുരിശ്, അതെ, പിതാക്കന്മാരുടെ പഠിപ്പിക്കൽ അനുസരിച്ച്, വചനത്തിൻ്റെ പഠിപ്പിക്കൽ അനുസരിച്ച്, തിയോളജിയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് വലത്തെ കുരിശിന് ഞാനിങ്ങനെ ഒരു പേരിടുകയാണ്, രക്ഷ സ്വീകരിച്ച കുരിശ്. ഇതാ യേശുവിൻ്റെ ഇടത്ത് ഭാഗത്ത് കിടക്കുന്ന ഒരു കള്ളനുണ്ട്, ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന കള്ളനുണ്ട്. ആ കുരിശിനെ ഞാനിങ്ങനെ പേരിടുകയാണ്, ഇടത്ത് ഭാഗത്തുള്ള കുരിശിനെ രക്ഷ തിരസ്കരിച്ച കുരിശ്. ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. 1-ാമത്തെ കുരിശ് യേശുവിൻ്റെ കുരിശ്, രക്ഷാദാനം ചെയ്യുന്ന കുരിശ്. 2-ാമത്തെ കുരിശ് യേശു ക്രിസ്തുവിൻ്റെ വലത്ത് ഭാഗത്തുള്ള കുരിശ്, രക്ഷ സ്വീകരിച്ച കുരിശ്. 3-ാമത്തെ കുരിശ് യേശുവിൻ്റെ ഇടത്ത് ഭാഗത്തുള്ള കുരിശ്, രക്ഷ തിരസ്കരിച്ച കുരിശ്. ഈ 3 കുരിശിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ എൻ്റെ ശുശ്രൂഷ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ കുരിശിലേക്ക് നമുക്ക് കടന്നു വരാം. യേശു ക്രിസ്തു ക്രൂശിതനായി കിടക്കുന്ന 1-ാമത്തെ കുരിശ്, രക്ഷാദാനം ചെയ്യുന്ന കുരിശ്. ഈ കുരിശ് എവിടെയാണ് കിടക്കുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കുരിശ് എവിടെയാണ് കിടക്കുന്നത്? ഇതൊരു പ്രവചനമാണ്. പുതിയ നിയമത്തിൽ ഇത് നിവൃത്തിയാക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും, അനേകരുടെ പാവങ്ങൾ വഹിച്ചും
അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു എന്ന് യെശയ്യാ പ്രവാചകൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ യേശു ക്രൂശിതനായി തീർന്നിരിക്കുന്നത് അതിക്രമക്കാരോടുകൂടിയാണ്. ഈ പ്രവചനം എവിടെയാണ് നിവർത്തീകരിക്കപ്പെട്ടതെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നു, അധർമ്മികളോടുകൂടെ എണ്ണപ്പെടുമെന്ന്. എൻ്റെ യേശു അധർമ്മികളോടുകൂടെ എണ്ണപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ യേശുവിനെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ അധർമ്മികളോടുകൂടെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ നാം കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ യേശു ക്രിസ്തു അതെങ്ങനെ പരസ്യമായി നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഏതെങ്കിലും അതേ ഒരു അധികാരിയുടെ കീഴിലാണെങ്കിൽ ഈ യേശുവിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാൻ പ്രതിസന്ധി ഉണ്ടായേനെ. എന്നാൽ എപ്പോഴും ഏത് സമയത്തും ഈ രക്ഷാദാനം നൽകുന്ന ഒന്നാമത്തെ കുരിശിലേക്ക്, യേശുവിൻ്റെ കുരിശിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു വിശ്വാസിക്ക് കടന്നു ചെല്ലാം. എപ്പോൾ വേണമെങ്കിലും കടന്നു ചെന്ന് ഈ രക്ഷാദാനം ചെയ്യുന്ന യേശുവിൽ നിന്ന് രക്ഷാദാനമായി നമുക്ക് സ്വീകരിക്കാനിടയായിത്തീരും. അതുകൊണ്ടാണ് എൻ്റെ ദൈവത്തെ, അതേ പിതാവായ ദൈവം പുത്രൻ തമ്പുരാനെ കാൽവറിൽ മൊട്ടക്കുന്നിൽ പരസ്യമായി നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഏത് പാപിക്കും, ഏത് ഉന്നതനും, ഏത് ഇടമത്തി ഉള്ളവനും ഈ യേശുവിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് രക്ഷാദാനം ചെയ്യുന്ന ഈ ദൈവത്തിൽ നിന്ന്, ഈ യേശുവിൽ നിന്ന് ഈ രക്ഷ നമുക്ക് സ്വീകരിക്കാനിടയായിത്തീരും. അടുത്തായി രണ്ടാമത്തെ കുരിശിലേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കുരിശ് രക്ഷാദാനം ചെയ്യുന്ന യേശുവിൻ്റെ കുരിശ്. രണ്ടാമത്തെ കുരിശ് യേശുവിൻ്റെ വലത്ത് ഭാഗത്തുള്ള കുരിശ് രക്ഷ സ്വീകരിച്ച കുരിശ്. ഈ കള്ളന്മാരെ ക്രൂശിൽ തൂക്കുക എന്ന് പറഞ്ഞാൽ പൂമുഖത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തവരെ കൊല ചെയ്ത് മുന്നോട്ട് നീങ്ങിയവരേക്ക് വേണ്ടി കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശ്. അങ്ങനെ ഈ കള്ളനും ഈ ശിക്ഷയ്ക്ക് വശമതനായി തീർന്നു. അങ്ങനെ ക്രൂശിൽ കിടക്കുകയാണ്. ക്രൂശിൽ കിടന്ന് ഈ കള്ളനും ദുഷിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും നിന്ദിക്കുന്നു. ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് ഈ കള്ളന്മാർ വേദന അനുഭവിക്കുമ്പോൾ, ഈ വേദനയുടെ നടുവിലും രണ്ട് കള്ളന്മാരും ഈ യേശുവിനെ ദുഷിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ വലത്തുഭാഗത്തുള്ള കള്ളന് രക്ഷ ലഭിച്ചതിൻ്റെ കാരണം എന്താണ്? അതുവരെയും ഈ കള്ളന്മാർ രണ്ടുപേരും ദുഷിച്ചത് യേശുവിനെ നോക്കാതെയാണ് ദുഷിച്ചത്. യേശുവിനെ നോക്കിയപ്പോൾ ഈ വലത്ത് ഭാഗത്തുള്ള കള്ളന് മനസ്സിലായി, ഇവൻ യാതൊരു പാപം ചെയ്തിട്ടില്ല എന്ന്, ഇവൻ രാജാവാണെന്ന് ഈ വലത്ത് ഭാഗത്തുള്ള കള്ളന് മനസ്സിലായി. പിന്നെ ഈ കള്ളൻ സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ ഈ ക്രൂശിൽ കിടക്കുന്നതിന് കാരണമുണ്ട്, എൻ്റെ കുറ്റം കൊണ്ടാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 40 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു, മറ്റവനോ അവനെ ശാസിച്ച് ഇങ്ങനെ പറയുന്നു. നാം കാണാൻ സാധിക്കുന്നു, നാം സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം ന്യായമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യത ആയിട്ടുള്ളതാണല്ലോ കിട്ടിയിരിക്കുന്നത്. ഈ കള്ളൻ ചിന്തിക്കുകയാണ്, അതുവരെയും രണ്ട് കള്ളന്മാരും ഈ ദൈവത്തെ ദുഷിച്ചെങ്കിൽ ഈ ദുഷിച്ചത് അത് ആ ടൈം വരെയും യേശുവിനെ നോക്കാതെയാണ്. എന്നാൽ ഈ കള്ളൻ, ഈ വലത്ത് ഭാഗത്തുള്ള കള്ളൻ യേശുവിനെ നോക്കിയപ്പോൾ ഇവന് മനസ്സിലായി, ഇവൻ യാതൊരു പാപം ചെയ്യാത്തവനാണെന്ന്, ഇവൻ യാതൊരു അശുദ്ധി ചെയ്യാത്തവനാണ്.
അത് നന്മ ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചവനാണ്, നിത്യതയെക്കുറിച്ച് പ്രസംഗിച്ചവനാണ്, നിത്യസ്വർഗത്തെക്കുറിച്ച് സംസാരിച്ചവനാണ്, അനവധി പേർക്ക് വേണ്ടി നിത്യത കൊടുത്തവനാണ്. ഇങ്ങനെ യാതൊരു പാപം ചെയ്യാത്തവനാണ് ഇവനെന്ന് ഈ കള്ളന് ഉള്ളിൽ മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോൾ, താൻ ദുഷിച്ചത് തെറ്റെന്ന് മനസ്സിലായപ്പോൾ, അതെ, മറ്റ് കള്ളനെ ഇവൻ ശാസിക്കുകയാണ്. നാം ഇത് അർഹമായ ശിക്ഷയാണ്. നാം അനുഭവിക്കുന്നത് എൻ്റെ പാപം കൊണ്ടാണ്, എൻ്റേത് കൊണ്ടാണെന്നുള്ള ഒരു കുമ്പസാരം ഇവിടെ കള്ളനുണ്ടാവുകയാണ്. ഇവിടെ ഏറ്റുപറയുകയാണ്. പാപം ഏറ്റുപറയുന്നതായി ന്യായമായിട്ടും നാം ഇതിന് യോഗ്യനാണെന്ന്, ഈ ശിക്ഷ അനുഭവിപ്പാൻ യോഗ്യനാണ്. അവനോ യാതൊരു യോഗ്യതയും ഇല്ല. ഇങ്ങനെ സ്വയം സമ്മതിച്ച് തൻ്റെ പാപത്തെ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ഇവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഇവന് ബോധ്യം കിട്ടി, ഇവൻ രാജാവായി കടന്നു വരുമെന്ന്, ഇവൻ അത് രണ്ടാമതായി വരുമെന്ന് ഈ കള്ളന് ബോധ്യം കിട്ടി. ഈ കള്ളൻ ഇങ്ങനെ പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമെന്ന്. ഈ വലത്ത് ഭാഗത്തുള്ള കള്ളൻ അറിയാം ഇവൻ രണ്ടാമത് വരുമെന്ന്, ഇവൻ രാജാവായി വരുമെന്ന് അവൻ മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ പാപങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ കള്ളനോട് പറഞ്ഞ വാക്ക് നമ്മളോട് പറയാൻ എൻ്റെ ദൈവം തയ്യാറാണ്. പക്ഷേ നാം തിരുത്തേണ്ടുന്ന ചില ഭാഗങ്ങളുണ്ട്, നാം മാറ്റേണ്ടുന്ന ചില ഭാഗങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ അത് പാപമായിട്ട് കാണാതെ അത് അലക്ഷ്യമായിട്ട് നാം മുന്നോട്ട് നീങ്ങുകയാണ്. അഥവാ പാപം ചെയ്തിട്ട് ചില ന്യായീകരണത്തിൻ്റെ വാക്കുകൾ നാം പറഞ്ഞ് നീതീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. നാം പാപം ചെയ്യുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ ചോദിക്കുമ്പോൾ നാം പറയുന്നത് എന്താണ്? നാം സ്വയം തന്നെ ചില കാരണങ്ങൾ കണ്ടെത്തുകയാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നാം പാപം ചെയ്ത് ഒരുപക്ഷെ നാം പറയും മക്കൾ കാരണമാണെന്ന്. മക്കൾ പറയും അതേ പാപത്തിൻ്റെ ന്യായീകരണം അവർ കണ്ടെത്തുകയാണ്, അതേ മാതാപിതാക്കൾ മുഖാന്തരമാണ് പാപം ചെയ്തത്. എന്നെ കേൾക്കുന്ന ആൻറ്റിമാരെ, ഒരുപക്ഷെ നാം പറയും ഞാൻ പാപം ചെയ്യാൻ കാരണം എൻ്റെ അച്ചായന്മാർ മുഖാന്തരമാണ്. അച്ചായന്മാരോട് ചോദിക്കുമ്പോൾ പറയും ഞാൻ പാപം ചെയ്യാൻ കാരണം എൻ്റെ ആൻറ്റിമാർ മുഖാന്തരമാണ്. അങ്ങനെ പരസ്പരം അത് ന്യായീകരണത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്ന കാലഘട്ടത്തിൻ്റെ നടുവിലാണ് നാം മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ ഈ കള്ളന് എന്തുകൊണ്ടാണ് പറുദീസ ലഭിക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഈ കള്ളൻ ദൈവസന്നിധിയിൽ ഒരു കുറ്റം സമ്മതിക്കുകയാണ്. ഞാൻ പാപം ചെയ്തു, ഈ ഞാൻ അനുഭവിക്കുന്ന ഈ ശിക്ഷ എനിക്ക് യോഗ്യമായിട്ടുള്ളതാണ്, എനിക്ക് യോഗ്യമായിട്ടുള്ള ഒരു ശിക്ഷയാണ്. നിന്റെ കുറ്റം, നിന്റെ പാപം ഈ കള്ളനെ പോലെ ദൈവസന്നിധിയിൽ നിനക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ എൻ്റെ ദൈവം നിങ്ങളോടും പറയുവാൻ ഇടയായിത്തീരും. ഈ കള്ളൻ ദൈവസന്നിധിയിൽ സത്യമായി ഒരു അനുദപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അങ്ങനെ ഏറ്റുപറഞ്ഞു, ദൈവത്തോട് അപേക്ഷിച്ചു. ഇതാ അവന് എൻ്റെ ദൈവം സ്വർഗം, അതാ പറുദീസ കൊടുക്കുന്ന ഇടയായിത്തീരുന്നു. ഈ യേശുവിൻ്റെ അടുക്കൽ രണ്ട് കള്ളന്മാരും കടക്കുന്നുണ്ട്. വേദപുസ്തകം വായിക്കുന്ന കാണാൻ സാധിക്കുന്നു. ഈ രണ്ട് കള്ളന്മാരും ക്രൂശിൻ്റെ അടുത്താണ് കിടക്കുന്നത്. പക്ഷേ അടുത്ത് കിടക്കുന്നത് കൊണ്ട് രക്ഷ ലഭിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അടുത്ത് കിടന്നാൽ രക്ഷ ലഭിക്കുമെങ്കിൽ രണ്ട് കള്ളന്മാരും രക്ഷ പ്രാപിച്ചേനെ. പക്ഷേ എന്തുകൊണ്ടാണ് വലത്ത് ഭാഗത്തുള്ള കള്ളന് മാത്രം പറുദീസ ലഭിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രക്ഷ യേശുവിൻ്റെ ദാനമാണ്. രക്ഷ കൃപയാലാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കള്ളൻ യേശുവിനെ വിശ്വസിച്ചു, യേശുവിനെ അടിയുറച്ച് വിശ്വസിച്ചു. ഇവൻ രക്ഷ നൽകുന്നവനാണ്, ഇവൻ വിടുവിക്കുന്നവനാണ്, ഇവൻ സ്വർഗരാജ്യം തരാൻ കൊള്ളാവുന്നവനാണെന്ന് ഇവൻ വിശ്വസിച്ചു. ആ വിശ്വാസത്തിലൂടെ കൃപ
ഇവനിൽ വ്യാപരിക്കുകയാണ്. അതുകൊണ്ടാണ് കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ദൈവസന്നിധിയിൽ അത് നാം കിടന്നുകൊണ്ടോ ഈ ക്രൂശിൻ്റെ അടുത്ത് നിന്നതുകൊണ്ടോ രക്ഷ ലഭിക്കുന്നില്ല. ആ രക്ഷ വിശ്വാസത്താലാണ് സ്വീകരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് തെളിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒന്നാമത് പറഞ്ഞു, അത് ഈ രക്ഷ വിശ്വാസത്താലാണ് നമുക്ക് ലഭിക്കുന്നത്. സകലർക്കും വിശ്വാസത്താലാണ് ലഭിക്കുന്നത്. ക്രൂശിൻ്റെ അടുത്ത് തൂങ്ങിക്കിടന്നതുകൊണ്ട് രക്ഷ ലഭിക്കുന്നില്ല. അത് വിശ്വാസത്താൽ സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് രക്ഷ ലഭിക്കുന്നതുള്ളൂ. ഈ ക്രൂശിൻ്റെ അടുത്ത് കിടന്ന് അപേക്ഷിച്ചുകൊണ്ട് രക്ഷ ലഭിക്കുന്നില്ല. രണ്ട് കള്ളന്മാരും വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, രണ്ട് കള്ളന്മാരും അപേക്ഷിക്കുന്നു, ഞങ്ങളെയും കൂടി രക്ഷിക്കുക എന്ന് പറഞ്ഞ് ഈ ക്രൂശിൽ വേദന അനുഭവിക്കുമ്പോൾ, ഈ ക്രൂശിൽ അതികഠിനമായ അവസ്ഥയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോഴും രണ്ട് കള്ളന്മാരും അപേക്ഷിക്കുന്നു. പക്ഷേ രണ്ട് കള്ളന്മാർക്കും എൻ്റെ ദൈവം ഈ പർദീസ കൊടുത്തായി വേദപുസ്തകം പഠിക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് രണ്ട് കള്ളന്മാർക്കൂടെ കാത്തുനിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടതു ഭാഗത്തുള്ള കള്ളൻ വിശ്വാസമില്ലായ്മയിലൂടെയാണ് ദൈവത്തോട് അപേക്ഷിച്ചത്. വിശ്വാസമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. വിശ്വാസത്തോടെ വലത്തു ഭാഗത്തുള്ള കള്ളൻ അപേക്ഷിച്ചപ്പോൾ അവന് രക്ഷ ലഭിച്ചു. ആത്യന്തികമായ എല്ലാം വിശ്വാസത്തോടെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അപേക്ഷിച്ചുകൊണ്ട് രക്ഷ ലഭിക്കുന്നില്ല. അപേക്ഷ വിശ്വാസത്തോടെ ആയിത്തീരണം. ഈ രണ്ട് കള്ളന്മാരും ക്രൂശിൽ കിടന്ന് 7 മൊഴികൾ ശ്രവിച്ചതാണ്. പക്ഷേ ശ്രവിച്ചുകൊണ്ടോ കേട്ടതുകൊണ്ടോ രക്ഷ ലഭിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ദാസിദാസന്മാരെ, ഞാനൊന്ന് പറയട്ടെ. ചില മർമ്മങ്ങൾ വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനം കേട്ടതുകൊണ്ട് രക്ഷ ലഭിക്കുന്നില്ല. പിന്നെയോ ഇത് വിശ്വാസമായി ഉള്ളിൽ രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമാണ് ഇത് രക്ഷ നമുക്ക് സായത്തമാക്കാൻ സാധിക്കുന്നത്. ഈ 7 വചനം, ക്രൂശിൽ കിടന്ന 7 വചനം, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്ത വചനം രണ്ട് കള്ളന്മാരും കേട്ടതാണ്. പക്ഷേ രക്ഷ ലഭിച്ചത് ഒരു കള്ളൻ മാത്രമാണ്, വലത്ത് ഭാഗത്തുള്ള കള്ളനാണ്. കാരണം വിശ്വാസത്താൽ സ്വീകരിച്ചു. ഒരിക്കൽ കൂടി ഞാൻ കടത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ദിവസവും നീ ആരാധനയെ സംബന്ധിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ രക്ഷ ലഭിക്കണമെങ്കിൽ വിശ്വാസത്തോടെ സംബന്ധിച്ചെങ്കിൽ മാത്രമാണ് രക്ഷ ലഭിക്കുകയുള്ളൂ. എല്ലാ ദിവസവും, എല്ലാ ഞായറാഴ്ചയും, എല്ലാ ആരാധനയും ഉള്ള സമയത്തൊക്കെ നീ പോകുന്ന വ്യക്തി ആയാലും രക്ഷ വിശ്വാസത്താലാണ്. വിശ്വാസത്തോടെ സംബന്ധിച്ചാൽ രക്ഷ ലഭിപ്പാൻ ഇടയായി തീരും. ഒരിക്കൽ കൂടി കടത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രൂശ് ചുമന്നുകൊണ്ട് രക്ഷ ലഭിക്കില്ല. നിങ്ങൾ തെറ്റായി ചിന്തിക്കരുത്. ക്രൂശ് ചുമന്നുകൊണ്ട് രക്ഷ ലഭിക്കുമായിരുന്നുവെങ്കിൽ 2 കള്ളന്മാർ രക്ഷിക്കപ്പെട്ടേനെ. പർദീസ 2 കള്ളന്മാർക്കും ലഭിച്ചേനെ. പക്ഷേ വിശ്വാസത്തോടെ ക്രൂശ് ചുമന്ന കള്ളന് മാത്രമാണ്, വലത്ത് ഭാഗത്തുള്ള കള്ളന് മാത്രമാണ് രക്ഷ ലഭിച്ചത്. അതുകൊണ്ട് ഒരു മർമ്മം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ നീ ക്രൂശ് ചുമക്കാൻ നീ ഇടയായാൽ രക്ഷപ്പെടും. വീണ്ടും ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൂശ് വരച്ചുകൊണ്ട് രക്ഷ ലഭിക്കില്ല. ക്രൂശ് വരച്ചുകൊണ്ട് രക്ഷ ലഭിക്കുമായിരുന്നെങ്കിൽ 2 പേരും 2 കള്ളന്മാരും രക്ഷപ്പെട്ടേനെ. പക്ഷെ വിശ്വാസത്തോടെ വരച്ചാൽ രക്ഷ ലഭിക്കാൻ ഇടയായിത്തീരും. എന്താണ് ക്രൂശ് വരയുടെ സാരാംശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. നെറ്റിൽ നിന്ന് നെഞ്ചത്തേക്ക്, അഥവാ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ സൂചകമായി നെറ്റിൽ നിന്ന് നെഞ്ചത്തേക്കും ഇടത്തേൻ്റെ മക്കളായിരുന്നു നമ്മെ അതേ കാൽവറി യാഗത്താൽ യേശുവിൻ്റെ അവസാനത്തുള്ള രക്തത്താൽ നമ്മെ വലത്തേൻ്റെ മക്കളാക്കി തീർത്തൻ്റെ അത് ദൃഷ്ടാന്തമായി ഇടത്തെ തോളിൽ നിന്ന് വലത്തെ തോളിലേക്ക്
കുരിശു വരയ്ക്കുന്നു. ഒന്ന് ശാന്തമായി ചിന്തിക്കുക. പിതാക്കന്മാർ, വിശുദ്ധന്മാർ ക്രമീകരിക്കുന്ന വിധത്തിലാണോ നാം ക്രൂശ് വരയ്ക്കുന്നത്? നമ്മുടെ ക്രൂശ് വര അർത്ഥമറിഞ്ഞിട്ടാണോ? ഇടത്തെ തോളിൽ നിന്ന് വലത്തെ തോളിലേക്ക് ക്രൂശ് വരയ്ക്കുമ്പോൾ, കൈയെടുത്ത് വയ്ക്കുമ്പോൾ ജീവിതത്തിൽ പാപം പേറിക്കൊണ്ടാണോ നീ എടുത്തു വയ്ക്കുന്നത്? പിതാക്കന്മാർ അങ്ങനെയല്ല ക്രമീകരിച്ചിരിക്കുന്നത്. ഇടത്തെ തോളിൽ നിന്നുള്ള പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് വലത്തെ തോളിലേക്ക് വെക്കണം എന്നുള്ളതാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. എന്നാൽ ആ സമയവും അന്യനെ പഴിച്ചുകൊണ്ട്, അന്യനോട് സ്നേഹമില്ലാതെ, സഹോദരങ്ങളോട് സ്നേഹമില്ലാതെ, സഹോദരങ്ങളെ അതേ ശത്രുതയായി കണ്ടുകൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ നാം സന്തോഷിക്കാതെ, അവൻ്റെ ജീവിതത്തെ ഉയർച്ചയെ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അതൊരു തിന്മയായി കണ്ടുകൊണ്ട് അശുദ്ധിയോടെ നാം സഹോദരനെ കാണുന്നുവെങ്കിൽ, പാപത്തോടെ നാം കാണുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ക്രൂശ് വര എത്രത്തോളം ശരിയാകും? ജീവിതം ക്രമീകരിക്കുക. വിശുദ്ധിയോടെ വരച്ചാൽ, വിശ്വാസത്തോടെ വരച്ചാൽ, അതേ ദൈവം നമുക്ക് അരുളി ചെയ്തിരിക്കുന്ന നിത്യത, നിത്യസ്വർഗം, കള്ളന് നൽകിയ ആ നിത്യസ്വർഗം തരുവാനിടയായി. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പലരും ചിന്തിച്ചിരിക്കും, കള്ളൻ ആ മരണസമയത്തല്ലേ അങ്ങനെ ദൈവസന്നിധി സമർപ്പിച്ചത്, എനിക്ക് ഇനിയും നാളുകളുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതം എന്ന് തീരുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ കള്ളൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, ഈ കള്ളന് ലഭിച്ചത് യേശുവിനെ കണ്ടുമുട്ടാനും ദൈവവചനം കേൾക്കുവാനും ദൈവസന്നിധിയിൽ അടുത്തു വരാനും ഇടയായത് ആദ്യത്തെ ചാൻസ് ആ ക്രൂശീകരണ ദിവസത്ത് തന്നെയാണ്. ആ ക്രൂശീകരണ ആ സമയത്താണ് യേശുവിനെ കാണാനും വചനം കേൾക്കാനും. ആ ആദ്യത്തെ ചാൻസിൽ തന്നെ ഈ കള്ളൻ മാനസാന്തരപ്പെട്ടു. എനിക്കും നിനക്കും ജന്മം മുതൽ ഈ സമയം വരെയും എത്രയോ ചാൻസുകൾ എൻ്റെ ദൈവം നൽകി, എത്രയോ അവസരങ്ങൾ എൻ്റെ ദൈവം നൽകി. പക്ഷേ ഈ അവസരങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് നീങ്ങിയല്ലേ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരുപക്ഷെ അതെ കള്ളൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ചാൻസിൽ കള്ളൻ മാനസാന്തരപ്പെട്ടെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ ചാൻസാണോ എന്ന് അറിഞ്ഞുകൂടാം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ, ഈ സമയം തന്നെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ കാൽവറി ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ ഞാൻ പാപം ചെയ്തു പോയി എന്ന് ഒന്ന് സമ്മതിക്കാമെങ്കിൽ നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാനിടയാകും. ദൈവം ഇന്ന് നിന്നോട് സംസാരിക്കും. കള്ളനോട് പറഞ്ഞ ആ വാചകം പറയാനിടയായിത്തീരും. നിങ്ങൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്ന് പറയാമോ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ വീണുപോയി, ഞാൻ ഒത്തിരി പാപം ചെയ്തു പോയി, ഒത്തിരി അശുദ്ധി എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. ഒന്ന് സമ്മതിക്കാമെങ്കിൽ, ഇപ്പോൾ സമ്മതിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്കായി ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു. കള്ളനോട് സംസാരിച്ച ആ ദൈവം ഇന്ന് വചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അതെ, ഇതാ ക്രൂശിൽ കിടന്ന വചനം പറയുകയാണ്. ഏൽപ്പിച്ചു കൊടുത്തവർക്കായി, വചനത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചവർക്കായി പറയുകയാണ്. അതെ, ഇന്ന് നീ എന്നോടുകൂടെ പരദീസായി ഇരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Somebody